തുടക്കം ഒരു പുസ്തകമെന്ന സന്ദേശവുമായി ഈ വർഷത്തെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് തുടക്കമായിരിക്കുന്നു. 112 രാജ്യങ്ങളിൽ നിന്ന് 2200-ലേറെ പ്രസാധകരാണ് മേളയിലെത്തുന്നത്. ഇന്ത്യയിൽ നിന്ന് 50-ലേറെ പ്രസാധകർ. മൊറോക്കോയാണ് ഈ വർഷത്തെ അതിഥി രാജ്യം. മൊറോക്കോയിൽ നിന്ന് പ്രത്യേക സ്റ്റാളും പുസ്തകങ്ങളും ഇത്തവണ മേളയിലുണ്ട്. ഷാർജ ബുക്ക് അതോറിറ്റിയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹൻകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. മോഹൻജി, എന്താണ് ഈ വർഷത്തെ പ്രത്യേകത? ഇന്ത്യയിൽ നിന്ന് ആരൊക്കെയാണ് എത്തുന്നത്? ഷാർജ പുസ്തകമേള ഇത് 43ാമത്തെ വേർഷനാണ്. നമ്മുടെ 1982 തുടങ്ങിയിട്ട് ഓരോ വർഷവും ഷാർജ പുസ്തകമേള വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പബ്ലിഷേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പുസ്തകമേളയായിട്ട് ഷാർജ പുസ്തകമേള ഓൾറെഡി ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് പുതുമകൾ നമ്മളെല്ലാ വർഷവും ഷാർജ പുസ്തകമേളയിൽ കൊണ്ടുവരാറുണ്ട്. ഈ വർഷം നമുക്ക് കിട്ടിയിട്ട് ഏറ്റവും വലിയ പബ്ലിഷേഴ്സ് കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു 3 ഡേ സെഷൻ ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ അതിന് പങ്കാളിത്തം ഉണ്ടാവാറ് ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയർ, ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളയിലാണ്. പക്ഷേ ഈ വർഷം നമ്മളെല്ലാ റെക്കോർഡും ഭേദിച്ചുകൊണ്ട് ഷാർജ പബ്ലിഷേഴ്സ് കോൺഫറൻസിൽ ലോകത്തിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ തന്നെയാണ് നമ്പർ 1. പക്ഷേ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിൻ്റെ കാര്യത്തിൽ ഏറ്റവും പുതിയൊരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. എൻ്റെ പേര് ഐഷ അലിഷ്ബ. ഞാൻ ഹൈടെക് പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് വന്നതാണ്. ടെയിൽസ് ഓഫ് ലോക്ക്വുഡ് ലാമ്പ് ദ ബ്ലൂ ഗേറ്റ് എന്നാണ് ബുക്കിൻ്റെ പേര്. അതിൻ്റെ സ്റ്റോറി എന്ന് വെച്ചാൽ 3 ഫ്രണ്ട്സ് അവരിപ്പോൾ ഒരു ഫാൻറ്റസി വേൾഡിൽ ട്രാപ്ഡ് ആകപ്പെട്ടു. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ അവർ ഫേസ് ചെയ്യുന്ന ഓബ്സ്റ്റക്കിൾസും അതൊക്കെയാണ് ഈ ബുക്കിൻ്റെ കണ്ടൻറ്റ്. ഇത് നോവലാണോ ഷോർട്ട് സ്റ്റോറിയാണോ? എത്ര ചാപ്റ്റർ ഉണ്ട്? 26 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒരു നോവലാണ്, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന. എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? മെയിനായിട്ട് 3 ക്യാരക്ടേഴ്സാണ്, പിന്നെ കുറച്ച് സൈഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. മെയിനായിട്ട് 3, ലിയ, എവലിൻ ആൻഡ് ലിയോ എന്നുള്ള 3 ക്യാരക്ടേഴ്സാണുള്ളത്. ഇത് പുസ്തകം എഴുതാൻ ആരാണ് ഇൻസ്പയർ ചെയ്തത്? മുമ്പ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇത് ഫസ്റ്റ് ബുക്കാണോ? ഫസ്റ്റ് ബുക്കാണ്. എന്നെ ഇൻസ്പയർ ചെയ്തത് എൻ്റെ ബാപ്പ, എൻ്റെ 2 ഓൾഡർ ബ്രദേഴ്സും, പിന്നെ എൻ്റെ ഫാമിലി, എവരിവൺ. അവൾ തന്നെ എഴുതി തുടങ്ങി ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ. അപ്പോൾ കുറേശ്ശെ എഴുതുമായിരുന്നു. അപ്പോൾ ഞാനത് എഴുതി കംപ്ലീറ്റ് ചെയ്തോളൂ, നമുക്ക് പിന്നീട് ആലോചിക്കാം, അത് പബ്ലിഷ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ എഴുതിയിട്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ ലിബി പബ്ലിക്കേഷനെ സമീപിച്ചു. ആരെക്കൊണ്ടാണ് അവതാരിക എഴുതിക്കാമെന്നപ്പോൾ അക്ബർ സാറിനെ സജസ്റ്റ് ചെയ്തു. ജയകുമാർ സാറിനെ നമുക്കൊന്ന് സമീപിച്ച് പുസ്തകം കൊടുത്തിട്ട് അയാൾക്ക് താല്പര്യമാവുമെങ്കിൽ നമുക്ക് അയാളെ കൊണ്ട് എഴുതിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മോളുമായിട്ട് സംസാരിച്ചു. പുസ്തകമൊക്കെ അദ്ദേഹം ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി. ഞാനിത് എഴുതിക്കോളാം, പിന്നെ നോവൽ എഴുതിയ നന്നായി, ലാംഗ്വേജൊക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. മേളയിലെ ഗൾഫ് മാധ്യമം സ്റ്റാളിൻ്റെ ഉദ്ഘാടനം കെ മുരളീധരനാണ് നിർവഹിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയമൊക്കെ വളരെ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഒരു പത്രമാണ്. ഇന്ന് പത്രങ്ങളിലൊക്കെ പത്രങ്ങളെപ്പോലും നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളെപ്പോലും പത്രധർമ്മം കൊണ്ട് തന്നെ നേരിട്ട ഒരു പത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമത്തിൻ്റെ ഒരു മലയാള പത്രങ്ങളിൽ മാധ്യമത്തിൻ്റെ പ്രത്യേകത. IPH പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട പുതിയ 7 പുസ്തകങ്ങൾ ഇന്ന് തന്നെ നമ്മൾ പ്രകാശനം ചെയ്തു. അപ്പോൾ ഏതായാലും പുതിയ പുസ്തകങ്ങളൊക്കെ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. എൻ്റെ പേര് നവാസ് അലഞ്ഞിക്കായി, ആലുവയാണ്. ഇത് ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കോവിഡിന് മുമ്പ് എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. പിന്നെ കോവിഡ് വന്നതുകൊണ്ട് നടക്കാതെ പോയി. ഇത് നമ്മൾ ഒരുപാട് പേരോട് പറഞ്ഞു പോയൊരു കഥയും ഇത് ഔട്ടായൊരു കഥയായതുകൊണ്ട് ഞാനിതൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ കൈരളി ബുക്സ് അങ്ങനെ നമ്മൾ സമീപിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതിങ്ങനെ ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തു. ഒരു സിനിമ കാണുന്ന പോലെ വായിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ, ലാഗ് ചെയ്യാത്ത രീതിയിൽ എഴുതിയേക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്.
ഈ 14-നാണ് ഇതിൻ്റെ പ്രകാശനം നടക്കുന്നത്. സിബി മലയിലാണ് ഇതിൻ്റെ കവർ പേജ് പ്രകാശനം ചെയ്തത്. ഇത് ആദ്യത്തെ പുസ്തകമാണ്. സ്ക്രിപ്റ്റ് എന്ന നിലയിൽ എൻ്റെ ആദ്യത്തെ പുസ്തകമാണ്. ചെറുകഥ പുസ്തകങ്ങൾ ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്താണ് ഈ കഥയുടെ പ്രത്യേകത? ഇതൊരു നാടൻ കഥയാണ്. ഒരു ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും കൂടി മിക്സ് ചെയ്യുന്ന ഒരു കഥയാണ്. ഇനി ഭാവിയിൽ ഇത് സിനിമയാവാൻ സാധ്യതയുണ്ടോ? ഇത് സിനിമ ആകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ഒരു 3-4 സ്ക്രിപ്റ്റുകൾ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടി ഇപ്പം ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. നമുക്ക് ഈ വർഷം മലയാളത്തിൽ അങ്ങനെ ഒരുപാട് പേരൊന്നുമില്ല. നമുക്ക് മെയിനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ കവി റഫീഖ് അഹമ്മദ്. അദ്ദേഹമാണ്. നമുക്ക് 15-ാം തീയതിയാണ് അദ്ദേഹം വരുന്നത്. 16-നാണ് അദ്ദേഹത്തിൻ്റെ ഇവൻറ്റ്. അത് കൂടാതെ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട തമിഴിലെ സംഗീത സംവിധായകൻ ഇളയരാജ, അദ്ദേഹം 8-ാം തീയതി വരുന്നുണ്ട്. എല്ലാ വർഷവും കൊണ്ടുവരുന്നവരെ 400ഓളം പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരും സെലിബ്രിറ്റീസും ഈ വർഷവും ഷാർജ പുസ്തകമേളയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ താഹിറ കല്ലുമുറിക്കൽ, ക്ലിനിക്കൽ ഓഡിയോളജിസ്റ്റാണ് ബൈ പ്രൊഫഷൻ. പക്ഷേ പാഷനായിട്ട് സോഷ്യൽ വർക്കും കുറച്ച് എഴുത്തുകളൊക്കെ ഉണ്ട്. ഇതെൻ്റെ 3-ാമത്തെ പുസ്തകമാണ് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ പബ്ലിഷ് ചെയ്യുന്നത്. ഓരോ പുസ്തകം നമ്മൾ ഇറക്കി കഴിയുമ്പോഴും അതിനൊരു സോഷ്യൽ കോസ് കണ്ടെത്താറുണ്ട്. അതെന്തിനെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളത്. ഓരോ പ്രാവശ്യവും അത് ഇവിടുന്ന് പാരൻസിന് നഷ്ടപ്പെട്ടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ സപ്പോർട്ടിനായിരുന്നു കൊടുത്തു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഇന്ദധാർ എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് ഫിക്ഷൻ സ്റ്റോറിയാണ്. ഒരു ഇൻഡോ അറബ് പ്രണയ കഥയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതിൻ്റെ പുസ്തകത്തിൻ്റെ റവന്യൂ നമ്മുടെ വയനാട്ടിലെ ചൂരൽമലയിലെ സ്കൂളുടെ ലൈബ്രറിയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഏകദേശം 225ഓളം പേജുള്ള 25ഓളം അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ്. ആരാണ് പ്രസാധകർ? കൈരളി ബുക്സാണ് പ്രസാധകർ. മുമ്പത്തെ പുസ്തകങ്ങളുടെയൊക്കെ സ്വഭാവം എന്തായിരുന്നു? ആദ്യത്തെ പുസ്തകം ഞാൻ കോവിഡ് സമയത്ത് ഇവിടുത്തെ ഏഷ്യൻ കൺട്രീസിൻ്റെ കെയർ കോർഡിനേഷൻ ടീം ലീഡായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അബുദാബി ഹെൽത്ത് അതോറിറ്റിയുടെ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുമായി ചേർന്നിട്ട് ആ സമയത്തെ കോവിഡ് അനുഭവങ്ങൾ വെച്ചിട്ടായിരുന്നു ഈ സമയം കടന്നു പോകുമെന്നുള്ള എൻ്റെ ആദ്യ പുസ്തകം ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ പുസ്തകവും അതുപോലെ തന്നെ അന്ന് ഇങ്ങനെ സ്പോൺസർഷിപ്പ് ചെയ്ത ഒരു കുട്ടിയുടെ പാരൻറ്റ് ഇവിടുന്ന് കോവിഡ് വന്ന് മരിക്കുകയും ആ ചിതാഭസ്മം ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് നാട്ടിലോട്ടൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടുപോയി, പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയ ഒരു ബുക്കായിരുന്നു ആത്മാവിൻ്റെ കാവൽക്കാർ. ഇത് എൻ്റെ 3-ാമത്തെ, ഇത് നോട്ട് റിലേറ്റഡ് വിത്ത് എ റിയൽ ലൈഫ് സ്റ്റോറി, പക്ഷേ എന്നാലും ഇതിൽ ഒരുപാട് എമിറാത്തി ഇന്ത്യൻ ആളുകളുടെ ജീവിതമുണ്ട്.